ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ക്യാപ്പും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിനൊക്കെ കിട്ടുന്ന ഈ ഒരു ടാഗില്ലേ, ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ ഇതാ അതിനായിട്ട് നമ്മളിതാ രണ്ട് ക്യാപ്പിലും ഇതുപോലത്തെ ഈ ഒരു ടാഗും എടുക്കുക കേട്ടോ. ടാഗ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ത്രെഡ് ആയാലും മതി കേട്ടോ. ഇനി അതിന് ശേഷം എന്താ ഒരു ഗ്ലിറ്റർ കളർ എടുത്തിട്ട്, ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ, കളറല്ല. എന്നിട്ട് നമ്മൾ 2 റൗണ്ട് ആ ക്യാപ്പ് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നൊക്കെ ഞാൻ പറയാം. എന്നിട്ട് 2 റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ 2 സർക്കിൾസ് ഇതേപോലെ വരയ്ക്കുക കേട്ടോ ക്യാപ്പ് വെച്ചിട്ട്. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഈ 2 റൗണ്ടുകളും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയണേ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗ്ലിറ്റർ പേപ്പർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കളർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ആ ക്യാപ്പ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ക്യാപ്പിൻ്റെ സൈസ് ഒന്നും കുഴപ്പമില്ല, ഏത് സൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് വരാൻ ഗ്ലിറ്റർ പേപ്പർ ഇതേപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സാധാരണ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ ഒരു ക്യാപ്പ് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിരിക്കും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഭാഗം നന്നായി കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ ടാഗ് ഉണ്ടല്ലോ, ടാഗിൻ്റെ ഉള്ളിലത്തെ ആ നൂലാണ് കേട്ടോ നമുക്ക് ആവശ്യം. അത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ചുറ്റും വീണ്ടും നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ആ ത്രെഡിൻ്റെ മുകളിലും അതേപോലെ തന്നെ സൈഡിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത പീസും കൂടെ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചെറുപ്പത്തിൽ ഒക്കെ നമുക്ക് പൂരത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എൻഡിൽ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. കോർത്ത് കൊടുത്തതിന് ശേഷം ആ ബീഡൊന്ന് ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ സെൻറ്ററിലോട്ട് വന്ന് നിൽക്കുന്ന വിധത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിൽ നമ്മൾ കെട്ട് കൊടുക്കുക കേട്ടോ. ഊരി പോരാതിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി 2 സൈഡിലും കെട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പണ്ട് നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, ചെണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലത്ത് മേടിച്ചിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. ഇതിന് ഒരു സൈഡിൽ നമ്മൾ ബീഡിട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു സൈഡിൽ ആ ടാഗിൻ്റെ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലും ബീഡിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്കൊരു ത്രെഡായാലും വെച്ച് കൊടുത്താൽ മതി, ഒരു ടാഗിൻ്റെ നൂല് വേണമെന്നില്ല കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. സ്ട്രോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വിരിച്ചു കൊടുക്കുക കേട്ടോ അതിനെ. അപ്പോൾ സ്ട്രോ ഇല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ റോൾ ഉണ്ടാക്കില്ലേ, ട്യൂബ് ഉണ്ടാക്കില്ലേ, അതുപോലെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയാലും മതി. നമ്മുടെ അടുത്ത് സ്ട്രോ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക കേട്ടോ, ലെവലൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡമറ് പോലത്തെ ആ ഒരു ചെണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോയുടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ മൊത്തത്തിൽ ഇതേപോലെയാണ്. ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കിയും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഈ ഒരു ഇതിന് പകരമായിട്ട് നമുക്ക് കളർ ചെയ്തൊക്കെ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും ക്യാപ്പ് വെച്ചിട്ട് നല്ല രസമായിരിക്കും. കുറച്ചുകൂടെ വലിപ്പമുള്ള ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 2 സ്മൈലിയുടെ ഒരുപോലെ റെഡ് കളറിൽ ഒരു 2 ഐബ്രോസും ഒരു സ്മൈലിയുടെ അതുപോലെയും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ അഭിപ്രായങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ.